ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറിഗേഷൻ്റെ നാലാമത്തെ ഭാഗമാണ്. ഓക്കെ, വലിയൊരു ചാപ്റ്ററിനെ നമ്മൾ ഭാഗിച്ചതിൽ നാലാമത്തെ പോർഷനാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ടെക്നിക്കൽ ടേംസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഓഫ് സോയിൽ മോയ്സ്ചറിനെ പറ്റി പഠിച്ചു, ഏതൊക്കെ ടൈപ്പുകളാണെന്നൊക്കെ നോക്കി. അപ്പം അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗ്രാവിറ്റേഷണൽ വാട്ടർ പഠിച്ചു, കാപ്പിലറി വാട്ടർ പഠിച്ചു, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, പിന്നെ ഫീൽഡ് കപ്പാസിറ്റി, വിൽറ്റിംഗ് പോയിന്റ്, അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒക്കെ നല്ലോണം പഠിക്കുക എല്ലാവരും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ബാക്കി വരുന്ന ടെക്നിക്കൽ ടേംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ബേസ് പീരിയഡ്. എന്താണ് ബേസ് പീരിയഡ്? The time between first watering of a crop at the time of sowing to its last watering before harvesting it is expressed in days. Okay, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു ക്രോപ്പ് നമ്മൾ നടുമ്പോൾ ഫസ്റ്റ് അതിന് വാട്ടർ കൊടുക്കുന്നത് മുതൽ ലാസ്റ്റ് നമ്മൾ വാട്ടർ ചെയ്യുക, അതായത് അതിന് വിളവെടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ വാട്ടർ ചെയ്യുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ബേസ് പീരിയഡ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്രോപ്പ് പീരിയഡ്. The time that a crop takes from instant of its sowing to that of its harvest. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ ഒരു സമയം, അതായത് ഒരു ചെടി നടുന്നത് മുതൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ടൈമിനെയാണ് ക്രോപ്പ് പീരിയഡ് എന്ന് പറയുക. നേരത്തെ ബേസ് പീരിയഡിൽ എന്താണ് പറഞ്ഞത്? ഒരു ചെടി നമ്മൾ ആദ്യമായി നട്ട് അതിൽ ഫസ്റ്റ് വെള്ളം ഒഴിക്കുന്നത് തൊട്ട് ലാസ്റ്റ് അത് വിളവെടുക്കുന്നത് തൊട്ട് മുന്നേ ആ വെള്ളം ഒഴിക്കുന്നത്, അതായത് ആ ഒരു പീരിയഡ് ഓഫ് ഇറിഗേഷൻ ആണ്, വെള്ളം കൊടുക്കുന്ന ആ ഒരു കാലയളവിനാണ് ബേസ് പീരിയഡ് എന്ന് പറയുക. പക്ഷേ ക്രോപ്പ് പീരിയഡ് എന്ന് പറഞ്ഞാലോ വിളയുടെ ജീവിത കാലയളവാണ്. ഒരു ചെടി നടുമ്പോൾ മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നിടം വരെയുള്ള ടൈമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ബേസ് പീരിയഡ് ഓഫ് എ ക്രോപ്പ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ഇറ്റ്സ് ക്രോപ്പ് പീരിയഡ്, ബട്ട് for all practical purposes both may be considered as equivalent. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് ബേസ് പീരിയഡ് ഓഫ് എ ക്രോപ്പ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെടി ഞാൻ നട്ടു, എന്നിട്ട് ഒരു ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടായിരിക്കില്ല നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെടി ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വിളവെടുക്കുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലല്ലോ വിളവെടുക്കുക. ഓക്കെ, അപ്പം ആ ഒരു കാലയളവ്, അപ്പം ബേസ് പീരിയഡും ക്രോപ്പ് പീരിയഡും നോക്കുമ്പോൾ ബേസ് പീരിയഡ് ചെറുതും ക്രോപ്പ് പീരിയഡ് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് വലിപ്പം കൂടുതലായിരിക്കും ഈ ക്രോപ്പ് പീരിയഡ്. അപ്പം നമ്മൾ ഇത് തമ്മിൽ നോക്കുകയാണെങ്കിൽ ക്രോപ്പ് പീരിയഡ് ആണ് ലാർജസ്റ്റ്. പക്ഷേ നമ്മളുടെ ഈ ഒരു പ്രാക്ടിക്കൽ നമ്മുടെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പർപ്പസിൽ വരുമ്പോൾ നമ്മൾ ക്രോപ്പ് പീരിയഡും ബേസ് പീരിയഡും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ഡ്യൂട്ടി. നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഡ്യൂട്ടി എന്ന് പറയുക. ക്യാപിറ്റൽ ഡി കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഇറ്റ് റെപ്രസെൻറ്റ് ഇൻ ദി ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് വാട്ടർ. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് വാട്ടറിൻ്റെ ഇറിഗേഷൻ കപ്പാസിറ്റി, അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് നമുക്ക് എത്രത്തോളം ഇറിഗേഷൻ നടത്താം, എത്രത്തോളം ചെടികൾ നനയ്ക്കാം എന്നുള്ള ആ ഒരു കഴിവിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുക. അതായത് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് വാട്ടറിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഏരിയ ഇറിഗേറ്റഡ് വിത്ത് 1 cubic ഓഫ് വാട്ടർ. നമ്മൾ ആ ഒരു എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി വെള്ളത്തിന് നമ്മൾ ഒരു cubic വാട്ടറിനെ, അതായത് ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഒരു cubic എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും വെള്ളത്തിനെ ആണ് നമ്മൾ ഒരു ഡ്യൂട്ടി എന്ന് പറയുക. ഓക്കെ, ഒരു യൂണിറ്റ് വാട്ടർ, അതായത് 1 cubic വാട്ടറിനെ ഇറിഗേഷൻ കപ്പാസിറ്റിനെയാണ് ഡ്യൂട്ടി എന്ന് പറയുക. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഹെക്ടർ പെർ ക്യൂബിക് ഓർ ഹെക്ടർ മീറ്റർ ക്യൂബ് സെക്കൻഡ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെക്ടർ പെർ ക്യൂബിക് ഓർ ഹെക്ടർ പെർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. നോക്കുക, അതിൽ ക്യൂബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, duty changes with the place of measurement. Duty goes on increase when water flows from inlet to outlet. For high duty, efficiency is high. ഓക്കെ, അതായത് നല്ല ഡ്യൂട്ടി ആണെങ്കിൽ ആ വാട്ടറിന് അത്രത്തോളം നനയ്ക്കാൻ പറ്റിയെന്നാണ് കേട്ടോ. ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി ആർ ഇവാപറേഷൻ, ടെമ്പറേച്ചർ, ടൈപ്പ് ഓഫ് ക്രോപ്പ്, ടോപ്പോഗ്രഫി, റെയിൻഫാൾ, പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അതായത് ഒരു വെള്ളം നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു, അപ്പോൾ ഭയങ്കരമായിട്ട് ഇവാപറേഷൻ കൂടുതലായത് നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ ആ ചെടിക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ,
അത് ആ സെയിം കേസ് തന്നെ. നല്ല ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്രേഷൻ റേറ്റും കൂടുന്നു. പിന്നെ ടൈപ്പ് ഓഫ് ക്രോപ്പ്, ചില ക്രോപ്പിന് നല്ല രീതിയിൽ വെള്ളം വേണ്ടി വരും, ചിലതിന് എന്നാൽ കുറച്ച് മതി. ഓക്കെ, അതൊക്കെ ഡ്യൂട്ടീനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ടോപ്പോഗ്രഫി, സ്റ്റീപ്പ് ആയിട്ടുള്ള ടോപ്പോഗ്രഫി ആണെങ്കിലോ, നമ്മൾ ചെരിഞ്ഞ ഒരു സ്ഥലത്താണെങ്കിൽ വെള്ളം നമ്മൾ കിട്ടുമ്പോൾ എങ്ങനെയാണ്, താഴെയുള്ളതിനൊക്കെ വെള്ളം കിട്ടും, മുകളിലുള്ളതിന് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇറിഗേഷൻ ആണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റെയിൻഫാൾ, മഴ നല്ലപോലെയുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ട, നമ്മൾ ഇറിഗേഷൻ ചെയ്യേണ്ട അളവ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പെർമിബിലിറ്റി ഓഫ് സോയിലിൽ വെള്ളം നേരെ പെട്ടെന്ന് ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ സർഫസിലൊന്നും അത്ര മോയ്സ്ചർ കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്യൂട്ടീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് ഡെൽറ്റ. ഡ്യൂട്ടീനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഡെൽറ്റ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെന്റിമീറ്റർ ആണ് പറയാം, റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദി എൻറ്റയർ പീരിയഡ് ഓഫ് ദി ക്രോപ്പ്. ഒരു വിളയുടെ കാലയളവിൽ അതിന് എത്ര ഡെപ്തിലാണ് അതിന് വെള്ളം കിട്ടുന്നതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് വാട്ടർ അഥവാ ഡെൽറ്റ എന്ന് പറയാം കേട്ടോ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദി എൻറ്റയർ പീരിയഡ് ഓഫ് ദി ക്രോപ്പ്. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ഓക്കെ, ഇതെല്ലാം മിക്ക PSC എക്സാംസിനും ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D. ഓക്കെ, അതിൽ B എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് പീരിയഡ് ഓഫ് ദിസ് ക്രോപ്പ് ഇൻ ഡേയ്സ്. ഓക്കെ, D എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഫോർ ദി ക്രോപ്പ് ഇൻ ഹെക്ടർ പെർ ക്യൂമക്ക്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഫോർ ക്രോപ്പ് ഇൻ മീറ്റർ. ഓക്കെ, മീറ്ററിലാണ്, അതായത് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്, അതുകൊണ്ട് ആ ഒരു ആഴമായതുകൊണ്ട് നമ്മൾ അതിനെ മീറ്റർ എന്നാണ് പറയുക. ഓക്കെ ഓക്കെ അടുത്ത ടോപ്പിക്കാണ് കമാൻഡഡ് ഏരിയ. എന്തായിരിക്കും ഈ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പിക്ചറിൽ നോക്കൂ, ഇപ്പം ഒരു ഇറിഗേഷൻ കനാല് ദാ ഇതുപോലെ പോയിട്ടുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ഇറിഗേഷൻ കനാൽ പോകുന്നുണ്ട്. ഈ കനാലിന് ചുറ്റപ്പെട്ട് ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. ഓക്കെ, പിക്ചറിൽ കാണുന്ന ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. ഈ കൃഷിയിടങ്ങളിൽ, അതായത് കനാലിന്റെ ഈ ഒരു റണ്ണിങ്ങിൽ എത്രത്തോളം ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏരിയനെയാണ് കമാൻഡഡ് ഏരിയ എന്ന് പറയുക. ഓക്കെ, കനാൽ പോകുമ്പോൾ അതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് ആ ഒരു പ്രദേശത്തെ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കനാലിന് ആ ഒരു കഴിവിനെയാണ് നമ്മൾ, ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ കമാൻഡഡ് ഏരിയ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമാൻഡഡ് ഏരിയയിൽ ഗ്രോസ് കമാൻഡഡ് ഏരിയ ഉണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു ഒരു റിവറും അല്ലെങ്കിൽ ഒരു കനാൽ പോകുന്നുണ്ടായിരുന്നു, നടുക്കൂടെ രണ്ട് സൈഡിലും നമ്മൾ പാടങ്ങൾ, വയലുകളൊക്കെ കണ്ടു. ഇറ്റ് ഈസ് ദ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് വിത്തിൻ ദി ബൗണ്ടറി ഓഫ് എ കനാൽ. അതായത് ഒരു കനാലിന്റെ ബൗണ്ടറിയിൽ, ആ കനാലിൽ അതായത് ലാസ്റ്റത്തെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിയിൽ നല്ല പ്രഷറിൽ വെള്ളം വരുന്നിടം വരെയല്ലേ നമുക്ക് ഇതിൽ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളുടെ വീട്ടിൽ നമുക്ക് ടാങ്കിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് നമ്മുടെ പറമ്പൊക്കെ നനയ്ക്കണമെങ്കിൽ അതിന്റെ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ മാക്സിമം ഫോഴ്സിൽ എത്രത്തോളം നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് ആ ഒരു കനാലിന്റെ കപ്പാസിറ്റി എന്ന് പറയുക. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് എത്രത്തോളം ഏരിയ, അതായത് അതിനൊരു കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കനാല് നോക്കുമ്പോൾ ഒരു കനാല് ജസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു നമ്മൾ ഇമാജിനറി ആയിട്ട് അതിനൊരു കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇത്ര ഒരു പോർഷനൊക്കെ നമ്മൾ വരയ്ക്കും. ഓക്കെ, ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് നമ്മളുടെ ഇതുപോലെയെല്ലാം പോയിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് എല്ലാം കൊടുത്തിട്ട് ഈ രീതിയിലെല്ലാം ചെറിയ ചെറിയ ചാനൽസ് ഒക്കെ പോയിട്ട് എത്രത്തോളം ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം, അതിനാണ് ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തതാണ് cultivable commanded area. The gross commanded area also contain unfertile barren land, alkaline soil, local pond, villages and other area of habitation. Okay, അപ്പം അതുപോലെ നമ്മളുടെ ഈ ഒരു ഏരിയ, ഇപ്പം നമ്മൾ ഈ പിക്ചറിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ എന്താണ് കാണുന്നത്, ഈ ഒരു ഏരിയ നോക്കാം. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മുടെ കണ്ട പിക്ചറിൽ നടുക്കൂടെ കനാലിൽ പോയി, അപ്പോൾ അതിലൂടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടറീസ് ഒക്കെ പോയിട്ട് ഈ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം നമുക്ക് കുറേ പാടങ്ങളൊക്കെ കണ്ടു. അവിടെ എപ്പോഴും ഫുൾ ഏരിയ എപ്പോഴും കൃഷി മാത്രമായിരിക്കത്തില്ലല്ലോ. കുറച്ച് സ്ഥലങ്ങൾ ഇതുപോലെ ഹാബിറ്റേഷൻ ഉണ്ടാവും, കുറേ സ്ഥലങ്ങൾ വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ
ഈ ചതുപ്പ് നിലങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രദേശം ഒന്നും നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഹ്യൂമൻ ഹാബിറ്റേഷൻ ഉള്ള സ്ഥലം, വില്ലേജസ്, പിന്നെ ആൽക്കലൈൻ സോയിൽ, അതായത് എവിടെ കൃഷി നടത്താൻ പറ്റുന്നില്ലയോ അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ കുറേ ഉണ്ടാവും. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് കൃഷി നടത്താൻ പറ്റുന്ന ഏരിയകൾ ഉണ്ടാവും. അതിനെ മാത്രമാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ഓക്കെ, അതായത് ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രദേശം, ആ കനാലിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊത്തം പ്രദേശം. ഈ മൊത്തം പ്രദേശത്ത് തന്നെ കുറച്ച്, അതായത് ഒരു 10-30% നമുക്ക് ഹാബിറ്റേഷൻ, വീടുകളൊക്കെ ഉണ്ട്. അതുപോലത്തെ വീടുകൾക്കൊന്നും നമുക്ക് ഇറിഗേഷന്റെ ആ ഒരു ഏരിയയിൽ വരില്ല. അങ്ങനെ നമ്മുടെ ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്നും നമ്മൾ എന്താണ് ഈ അനാവശ്യമായിട്ടുള്ള അൺഫെർട്ടൈൽ ബാരൻ ലാൻഡും ആൽക്കലൈ സോയിൽ അങ്ങനെയുള്ളതിനെയൊക്കെ ഈ ഒഴിവാക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയും. ഓക്കെ, ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയും അൺകൾട്ടിവേറ്റഡ് ഏരിയയും കൂടിയതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രോസ് കമാൻഡഡ് ഏരിയ മൈനസ് അൺകൾച്ചറബിൾ ഏരിയ ചെയ്തിട്ടുണ്ടെങ്കിൽ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ, അല്ലെങ്കിൽ അൺകൾച്ചറബിൾ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ഗ്രോസ് കമാൻഡഡ് ഏരിയയും കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ കുറച്ചാൽ എത്ര സ്ഥലത്ത് നമ്മൾ കൾട്ടിവേഷൻ നടത്തുന്നില്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കൾച്ചറബിൾ കമാൻഡഡ് ഏരിയനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് രണ്ട് ടൈപ്പ് ഉണ്ട്, കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്നും കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നും. ഓക്കെ, ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഒരു കനാൽ ഇങ്ങനെ പോകുന്നുണ്ട്. കനാലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് പാഡി ഫീൽഡ് അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ ഉണ്ട്. ഓക്കെ, ഈ കൃഷിയിടങ്ങളിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് മാത്രമാണ് അവർ അവിടെ കൃഷി നടത്തുന്നത്. ആ ഒരു ബ്രൗൺ കളറിലുള്ള പ്രദേശങ്ങളിലൊന്നും കൃഷിയില്ല. ഓക്കെ, അതാണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മുടെ ഈ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കൃഷി നടത്തുന്ന ഏരിയ മാത്രം കേട്ടോ. അപ്പം കൃഷിയില്ലാത്ത, അതായത് ഹാബിറ്റേഷൻ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കൃഷി നടത്തുന്ന ഏരിയ മാത്രമാണ് കേട്ടോ. അപ്പം ഇതിൽ തന്നെ നമ്മൾ കറൻ്റ്ലി ഒരു ക്രോപ്പ് സീസണിൽ, അതായത് ഒരു പർട്ടിക്കുലർ മാസങ്ങളിൽ, ഒരു ജനുവരി തൊട്ട് ഒരു ജൂൺ വരെ ഞാൻ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഗ്രീൻ കളറിൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓർ ക്രോപ്പ് സീസൺ. ഓക്കെ, അതാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ഇനി അടുത്തത് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടം കൃഷിയോഗ്യമായ സ്ഥലമാണ്, എന്നാൽ ആ ഒരു പർട്ടിക്കുലർ കാലയളവിൽ ഞാൻ അവിടെ കൃഷി നടത്തുന്നില്ല. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ കാലയളവിൽ കൃഷി നടത്താണ്ട് ഞാൻ ആ ഒരു പ്രദേശം വെറുതെ വേക്കൻ്റ് ആയിട്ട് ഇടുന്നു എന്ന് വെച്ച് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഭൂമിയാണെന്നല്ല കേട്ടോ അർത്ഥം. നേരത്തേതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. അതിന് നമ്മൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ, ഇറ്റ് ഈസ് ദാറ്റ് ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഈസ് നോട്ട് സോൺ ഇൻ എ പർട്ടിക്കുലർ സീസൺ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ പ്രൊപ്പോസ് ടു ബി ഇറിഗേറ്റഡ് സീസണലി ഈസ് കോൾഡ് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ പറയാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി ആക്ച്വലി ഇറിഗേറ്റഡ് ഏരിയ ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ ടു ദി നെറ്റ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ഓക്കെ, കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എത്രത്തോളം സ്ഥലത്ത് എനിക്ക് കൃഷി നടത്താൻ പറ്റും. ഓക്കെ, അവിടെ എനിക്ക് കൃഷി നടത്താം, പക്ഷെ അതിൽ തന്നെ നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡും കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയയിൽ ഞാൻ ഇറിഗേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പോൾ ആ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ അവിടെ കിടക്കുകയാണ്. മൊത്തത്തിൽ പറയുന്ന ആ ഒരു ഏരിയനെയാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു 50% സ്ഥലത്ത് മാത്രമേ ഞാൻ കൃഷി നടത്തിയിട്ടുള്ളെങ്കിൽ ആ ഒരു 50% സ്ഥലത്ത് ഞാൻ ഇറിഗേഷൻ നടത്തി അതിനെയും ആ ടോട്ടലുള്ള കൃഷിയോഗ്യമായ സ്ഥലത്തെ തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, ദ പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ പ്രൊപ്പോസ് ടു ബി ഇറിഗേറ്റഡ്. അപ്പം ഈ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയിൽ മൊത്തം വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, മൊത്തം സ്ഥലത്ത് ക്രോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഉള്ള സ്ഥലത്ത് ആ വെള്ളം കൊടുക്കുന്നതിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ടൈമാണ് പാലിയോ. ഓക്കെ, പാലിയോ ഒക്കെ നമുക്ക് ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പാലിയോ എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ്. ഓക്കെ, ഈ പിക്ചറിൽ നോക്കൂ, അതായത് എനിക്കൊരു ഫീൽഡിൽ വെള്ളം നനയ്ക്കണം. ഓക്കെ, ആ വെള്ളം നനയ്ക്കേണ്ടത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ വാട്ടർ കൊടുക്കുന്നു. ഓക്കെ, അതായത് ഒരു ഫീൽഡിൽ ക്രോപ്പ് നടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ വെള്ളം നനയ്ക്കുന്നതിനെയാണ് പാലിയോ എന്ന് പറയാം.
ഓക്കെ, അതായത് ഒരു ഫീൽഡിൽ ഇപ്പം ഞാനൊരു ചെടി നടാൻ വേണ്ടി പോകുന്നതിന് മുന്നേ എന്താ ആ സോയിൽ മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുകയല്ലേ ചെയ്യുക. ആ ഡ്രൈ ആയി കിടക്കുന്ന സോയിലിനെ നമുക്ക് ആവശ്യമായ മോയ്സ്ചർ കണ്ടന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെടി നടുന്നതിന് തൊട്ടു മുന്നേ വെള്ളം കൊടുത്തതിനെയാണ് പാലിയോ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ടേമാണ് കോർ വാട്ടറിങ്. ഓക്കെ, കോർ വാട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വാട്ടറിംഗ് വെൻ ക്രോപ്പ് ഈസ് എബൌട്ട് 3 സെന്റിമീറ്റർ. ഓക്കെ, ഒരു ചെടി നമ്മൾ നേരത്തെ പാലിയോ പഠിച്ചു, ചെടി നടുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനാണ് പാലിയോ എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു ക്രോപ്പ് വളർന്ന് 3 സെന്റിമീറ്റർ ഉയരം വരെ എത്തുന്ന ആ ഒരു കാലയളവിന്, അതായത് ആ ഒരു ടൈമിൽ ഞാൻ വെള്ളം നനച്ചു കൊടുക്കുന്നതിനാണ് കോർ വാട്ടറിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് കോർ പീരിയഡ്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ബേസ് പീരിയഡ് വെയർ കോർ വാട്ടറിംഗ് ഈസ് നീഡഡ്. അതായത് ബേസ് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഒരു ചെടിക്ക് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നു മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ വെള്ളം ഒഴിക്കുന്ന ആ ഒരു പീരിയഡിനാണ് ബേസ് പീരിയഡ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു ബേസ് പീരിയഡിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത് തന്നെയാണല്ലോ കോർ പീരിയഡ്. ഓക്കെ, അപ്പം ഈ കോർ വാട്ടറിങ് കൊടുക്കുന്ന ആ ഒരു കാലയളവിനെ ആണ് നമ്മൾ കോർ പീരിയഡ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് കോർ ഡെപ്ത്. ഇറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് കോർ വാട്ടറിങ്, ഒപ്റ്റിമൽ ഡെപ്ത് ഫോർ കോർ വാട്ടറിങ്. ഓക്കെ, അപ്പം ഓരോ പ്ലാന്റുകൾക്കും അത് ആ ഒരു 3 സെന്റിമീറ്റർ അല്ലെ ഒരു പൊക്കം വരെ എത്തുമ്പോൾ നമുക്ക് അതിന് അത്യാവശ്യമായിട്ടും ഒരു ഡെപ്തിൽ വാട്ടർ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അതിനെയാണ് ഈ കോർ ഡെപ്ത് എന്ന് പറയുക. റൈസിൻ എന്ന് പറയുന്നത് 19 സെന്റിമീറ്റർ, അതായത് 190 മില്ലിമീറ്റർ അല്ലെ 195 മില്ലിമീറ്റർ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് റൈസിന്റെ ആ ഒരു ഡെപ്ത്, അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഷുഗർ കെയിൻ്റെത് 16.5 സെന്റിമീറ്റർ, അതുപോലെ തന്നെ വീറ്റിന്റെ 13.5 സെന്റിമീറ്ററുമാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ടേമാണ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ഡ്യൂട്ടി അറ്റ് ദി ഔട്ട്ലെറ്റ് ഈസ് നോൺ ആസ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ഓക്കെ, ഇപ്പം നമുക്ക് ടൈപ്പ് ഓഫ് ഔട്ട്ലെറ്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള ഔട്ട്ലെറ്റുകളുണ്ട് മൊഡ്യൂൾസിൽ, സെമി മോഡുലാർ, റിജിഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഇറിഗേഷൻ വാട്ടർ ഒരു കനാലിലൂടെ വരികയാണ്. ഓക്കെ, ഒരു കനാലിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് നമ്മുടെ ഇറിഗേഷൻ വാട്ടർ വരികയാണ്. അത് നമ്മളുടെ ഫീൽഡിലേക്ക് എത്തുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറയുക, അതായത് ഔട്ട്ലെറ്റ് ഫാക്ടർ. അപ്പം ഡ്യൂട്ടി അറ്റ് ദി ഔട്ട്ലെറ്റ് ഈസ് നോൺ ആസ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ഓക്കെ, ഇനി അടുത്തതാണ് ടൈം ഫാക്ടർ. നമ്പർ ഓഫ് ഡേയ്സ് എ കനാൽ ആക്ച്വലി റൺ ടു ദി നമ്പർ ഓഫ് ഡേയ്സ് എ കനാൽ സപ്പോസ് ടു ബി റൺ. ഓക്കെ, അതായത് ഒരു കനാൽ ഞാൻ ഡിസൈൻ ചെയ്ത കാലയളവിൽ അപ്പം അതിൽ എത്ര, ഇപ്പം 365 ദിവസമാണെങ്കിൽ ആ 365 ദിവസവും വെള്ളം ഒഴുകാനുള്ള കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് ഞാനൊരു കനാലിൻ്റെ ഡിസൈൻ ചെയ്യുക. എന്നാൽ ആ കനാലിൽ ഒരു 200 ദിവസം അല്ലെങ്കിൽ 250 ദിവസമേ വെള്ളം പോയിട്ടുള്ളൂ. അപ്പം ശരിക്കും ആ 250 ദിവസം വെള്ളം പോയതും എൻ്റെ കനാൽ ഞാൻ എത്ര നാളത്തേക്കായിരുന്നു ഡിസൈൻ ചെയ്തത്? 365 ദിവസത്തേക്കാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഈ ഒരു റേഷ്യോ ഇനിയാണ് നമ്മൾ ടൈം ഫാക്ടർ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തതാണ് കപ്പാസിറ്റി ഫാക്ടർ. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്ചാർജ് ടു ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ കനാൽ ഞാൻ ഡിസൈൻ ചെയ്തത് 365 ദിവസവും ഒഴുകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എൻ്റെ കനാൽ ഒഴുകിയത് 250 ദിവസമുള്ളൂ. അതിന് അത്ര ആവശ്യം വേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റി ഫാക്ടർ എന്തായിരിക്കും? ഒരു കനാലിൽ എത്ര, ഇപ്പം ഒരു 100 ഉദാഹരണമായിട്ട് ഒരു 100 വാട്ടർ, അതായത് എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അതിലൊരു 100 m³ വെള്ളം കൊള്ളാൻ, അല്ലെങ്കിൽ 100 ജസ്റ്റ് ഒരു കണക്കാട്ടോ, 100 m³ വെള്ളം കൊണ്ടുപോകാനാണ് ഞാൻ എൻ്റെ കനാൽ മാക്സിമം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഫുൾ സപ്ലൈയിൽ അത് പോവുക. പക്ഷേ അതിൽ ആവറേജ് ആയിട്ട് എത്രയാണ്? ഒരു 90 വെള്ളം പോകുന്നുള്ളതെന്ന് വിചാരിക്കും. അതായത് ആവറേജ് ഡിസ്ചാർജ് ടു ഫുൾ സപ്ലൈ ഡിസ്ചാർജ്, അതായത് 90/100. ഇതിനെയാണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുക. അതായത് ഞാൻ എൻ്റെ കനാൽ ഡിസൈൻ ചെയ്തതും കമ്പയർ ടു ആക്ച്വലി എൻ്റെ കനാൽ, അല്ലെങ്കിൽ ആ ഒരു ആവറേജ് ആയിട്ട് എൻ്റെ കനാൽ ആ ഒരു വർഷം എങ്ങനെ പോയി എന്നുള്ളതിനെയാണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തതാണ് റൂട്ട് സോൺ ഡെപ്ത്. The soil root zone is the area of the soil around the plant that comes in contact with the plant roots. Depth of the area is root zone depth. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കും. അപ്പോൾ നമ്മുടെ റൂട്ട് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോയിലും ആ ഒരു ചെടിയുടെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു പ്ലാന്റ് കാണുന്നുണ്ട്. ഈ ഒരു ചെടിയുടെ
വേരുകളും ആ ഒരു സറൗണ്ടിങ്ങിലെ സോയിലും തമ്മിൽ ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ റൂട്ട് സോൺ. അതായത് റൂട്ടും സോയിലും കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയകളെയാണ് നമ്മൾ ഈ റൂട്ട് സോൺ എന്ന് പറയുക. ഈ റൂട്ട് സോൺ ഡെപ്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഏരിയ ഈസ് റൂട്ട് സോൺ, ഡെപ്ത് ഓഫ് ദാറ്റ് ഏരിയ ഈസ് റൂട്ട് സോൺ. അതായത് പ്ലാന്റ് റൂട്ട് എവിടം വരെ അവൈലബിൾ ആണോ അത്രത്തോളം ആയിരിക്കും എഫക്റ്റീവ് റൂട്ട് സോൺ ഡെപ്ത്. ഈ താഴെ വരെ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് റൂട്ട് ഉണ്ട്. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഈ ചെടിയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നത് ഈ ഒരു ലെവൽ വരെ പ്ലാന്റിന് കിട്ടുന്ന രീതിയിലാണെങ്കിൽ താഴേക്കൊക്കെ ഇതിന് വേരുകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡെപ്ത്, ഈ ഇവിടം വരെയുള്ള ഈ ഡെപ്തിനെയാണ് എഫക്റ്റീവ് റൂട്ട് സോൺ അല്ലെങ്കിൽ റൂട്ട് സോൺ ഡെപ്ത് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഓവർലാപ്പിംഗ് ക്രോപ്പ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ക്രോപ്പ് സീസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഏതൊക്കെയാണ് ക്രോപ്പ് സീസൺ? ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, സെയ്ദ് ഉണ്ട്. ഈ ഓവർലാപ്പിംഗ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ when a crop of one season extend into another season the overlapping condition exists. അതായത് ഇപ്പം ഖാരിഫ് സീസണിലുള്ള ഒരു ക്രോപ്പ് റാബി സീസണിലും വളരുക അല്ലെങ്കിൽ സെയ്ദ് സീസണിലും കൂടെ ഒരുമിച്ച്, അതായത് ഈ 3 സീസണിൽ അല്ലെങ്കിൽ 2 സീസണിലും കൂടെ ഒരുമിച്ച് ആണ് ആ ഒരു ക്രോപ്പിൻ്റെ വിളയുന്ന കാലയളവെങ്കിൽ അതിനെ നമ്മൾ ഓവർലാപ്പിംഗ് ക്രോപ്പ് എന്ന് പറയും. ക്രോപ്പ് ഓഫ് ബോത്ത് സീസൺ റിക്വയർഡ് വാട്ടർ സൈമിൾട്ടേനിയസ്ലി. അതായത് ആ ഒരു ടൈമിൽ, അതായത് ഖാരിഫിൽ ക്രോപ്പ് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ വളർച്ച റാബിയിലും കണ്ടിന്യൂ ചെയ്തു. ഈ 2 സീസണിലും എന്താണ്, അതിന് വെള്ളം വേണ്ടിക്കൊണ്ടേയിരുന്നു. അതായത് വെള്ളം നമ്മൾ കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഫാക്ടറൊക്കെ നേരത്തെ പഠിച്ചിട്ട് ടൈം ഫാക്ടർ അതൊക്കെ കണ്ടുപിടിക്കുമ്പം ആ ഒരു ക്രോപ്പിന് എത്രത്തോളം വെള്ളം വേണം എന്നൊക്കെ ടൈം ഫാക്ടറൊക്കെ കണ്ടുപിടിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു 2 സീസണിൽ എത്രത്തോളം ആ കനാലിൽ വെള്ളം വന്നു, അപ്പം 2 സീസണിലേക്കും വെള്ളം എത്രത്തോളം വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായല്ലോ വെള്ളം. അതായത് റാബിയിൽ വെള്ളം വേണം, ഖാരിഫിലും വെള്ളം വേണമെങ്കിൽ അപ്പോൾ ടോട്ടൽ 100 m³ വേണ്ടതെങ്കിൽ ടോട്ടൽ 200 ആയി മാറിയില്ല, അപ്പം മൊത്തം മാറുമല്ലോ. Okay, the extra amount of water required for this purpose is called overlap allowance. ഓക്കെ, അതായത് ഒരു സീസണിൽ മൊത്തം വളരാൻ പറ്റാത്തത് മറ്റേ സീസണിൽ കൂടെ വളർന്നു, അപ്പം ഞാൻ ആ അടുത്ത സീസണിലും കൂടെ ഞാൻ വെള്ളം കൊടുക്കേണ്ടി വന്നല്ലോ. ആ വെള്ളത്തിനെ ഞാൻ ഓവർലാപ്പ് അലവൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഓവർലാപ്പ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ കൊടുത്ത വെള്ളം പോരാണ്ട് അടുത്ത സീസണിലും കൂടെ ഉള്ള കുറച്ച് വെള്ളത്തിന് ഞാൻ കടമെടുത്തു, അതിനെയാണ് ഓവർലാപ്പ് അലവൻസ് എന്ന് പറയും. ഓവർലാപ്പിംഗ് ക്രോപ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഷുഗർ കെയിൻ. ഓക്കെ, അപ്പം ഇന്നെടുത്ത ടോപ്പിക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കമാൻഡഡ് ഏരിയാസ് ആണ്. ഈ ടെക്നിക്കൽ ടേംസിൽ തന്നെ കമാൻഡഡ് ഏരിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ബേസ് പീരീഡ് പറഞ്ഞു, ഡ്യൂട്ടി, ഡെൽറ്റ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കമാൻഡഡ് ഏരിയ, ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ കമാൻഡഡ് ഏരിയനെ തന്നെ നമ്മൾ കൾച്ചറബിൾ കൾട്ടിവേറ്റഡും കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡും ആയിട്ട് തിരിച്ചു. അതൊക്കെ ഒന്ന് കൺഫ്യൂസിങ് ആണ്, നല്ലോണം പഠിക്കുക. പിന്നെ അതുപോലെ പാലിയോ കോർ വാട്ടറിങ് ഒക്കെ മാറിപ്പോകും, രണ്ടും ആ ഒരു പിക്ചറൊക്കെ നോക്കി നല്ലപോലെ പഠിക്കുക. പിന്നെ അതുപോലെ ഈ ഫാക്ടേഴ്സ്, ടൈം ഫാക്ടർ, കപ്പാസിറ്റി ഫാക്ടർ, ഔട്ട്ലെറ്റ് ഫാക്ടർ ഒക്കെ മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ ഓവർലാപ്പിംഗ് ക്രോപ്പിന് എക്സാമ്പിളായിട്ട് ഷുഗർ കെയിൻ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക, എക്സാംസൊക്കെ ഡെയിലി അറ്റൻഡ് ചെയ്യുക, നല്ലോണം പഠിക്കുക. താങ്ക് യു.